സത്യാന്വേഷണത്തിനായൊരു യാത്ര. എന്നാൽ അതിൽ 67 പേർ കൊല്ലപ്പെട്ടു, 503 പേർ തടവിലാക്കപ്പെട്ടു. ലോകത്തു നിന്നും കാണാതായത് 135 പേരെ. കഴിഞ്ഞുപോയ ഒരു വർഷം ലോകത്തെ മാധ്യമപ്രവർത്തകർ നേരിട്ട ദുരന്തങ്ങളുടെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പറഞ്ഞത്. ആഗോള സ്വതന്ത്ര മാധ്യമ സംഘടനയായ റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇത്തരം ഭയാനകമായ കണക്കുകളുള്ളത്. കൊല്ലപ്പെട്ട 67 മാധ്യമപ്രവർത്തകരിൽ 53 പേരെങ്കിലും യുദ്ധത്തിന്റെയോ ക്രിമിനൽ ശൃംഖലകളുടെയോ ഇരകളായെന്നാണ് ഇതിൽ ഏറ്റവും ഭീകരമായ വസ്തുത. കണക്കുകളിൽ പറയുന്ന കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ 43%, അതായത് പകുതിയോളം പേർ കഴിഞ്ഞ 12 മാസത്തിനിടെ ഇസ്രയേൽ സായുധ സേനയാൽ ഗാസയിൽ വെച്ച് കൊല്ലപ്പെട്ടവരാണ്. മാത്രമല്ല, യുക്രൈനിൽ റഷ്യൻ സൈന്യം വിദേശ യുക്രൈനിയൻ മാധ്യമപ്രവർത്തകരെ ലക്ഷ്യമിടുന്നത് ഇപ്പോഴും തുടരുന്നുമുണ്ട്. റഷ്യൻ തടവിൽ കൊല്ലപ്പെട്ട യുക്രൈൻ മാധ്യമപ്രവർത്തക വിക്ടോറിയ റോസ്ചീന, ഗാസയിലെ യുദ്ധം 18 മാസമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഗാസയിലെ ഫോട്ടോ ജേർണലിസ്റ്റ് ഫാത്തിമ ഹസൂന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. മറിയം അബുദഗ, അൽ ജസീറയുടെ മുഹമ്മദ് സലാമ, റോയിട്ടേഴ്സിന്റെ ക്യാമറാമാൻ ഹുസം അൽ മസ്രി, മുവാസ് അബു തഹ, അഹമ്മദ് അബു അസീസ് എന്നിവരും ഈ വർഷം ഗാസയിൽ കൊല്ലപ്പെട്ട മറ്റു മാധ്യമ പ്രവർത്തകരാണ്. ഇവരുടെയൊക്കെ വാർത്തകളെല്ലാം നമ്മൾ അറിഞ്ഞതുമാണ്. എന്നാൽ ഇവിടങ്ങളിൽ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും മാധ്യമപ്രവർത്തകർ ക്രൂരമായി കൊല്ലപ്പെടുന്നു എന്നത് വസ്തുതയാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ അമ്മു. ഗാസയിലും യുക്രൈനിലും മാത്രമല്ല ഈ സംഭവങ്ങൾ. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അത്യധികം അപകടകരമായ യുദ്ധമേഖലയായി മാറിയ മറ്റൊരിടം സുഡാനാണ് എന്ന കണക്കുകളും ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. അതേസമയം തന്നെ 2025 മാധ്യമപ്രവർത്തകരുടെ കൊലപാതകങ്ങളിൽ മെക്സിക്കോയിൽ ഭയപ്പെടുത്തുന്ന വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. 9 പേരാണ് കഴിഞ്ഞ വർഷം ഇവിടെ കൊല്ലപ്പെട്ടത്. മാധ്യമപ്രവർത്തകർക്ക് ലോകത്തിലെ ഏറ്റവും അപകടകരമായ 2ാമത്തെ രാജ്യമാണ് ഇപ്പോൾ മെക്സിക്കോ. ലാറ്റിൻ അമേരിക്ക കൂടുതൽ മെക്സിക്കൻ രീതിയിലേക്ക് മാറിയതോടെ ഈ പ്രവണത പടരുകയും ചെയ്തു. ലോകത്ത് കൊല്ലപ്പെടുന്ന മാധ്യമപ്രവർത്തകരിൽ 24% പേരും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ളവരാണ്. മാധ്യമപ്രവർത്തകർക്ക് അവരുടെ സ്വന്തം രാജ്യത്തിനുള്ളിലാണ് കൂടുതലും അപകട സാധ്യതയുള്ളത്. ഈ വർഷം 2 മാധ്യമപ്രവർത്തകർ മാത്രമാണ് വിദേശ രാജ്യങ്ങളിൽ വെച്ച് കൊല്ലപ്പെട്ടതും. യുക്രൈനിൽ റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫ്രഞ്ച് ഫോട്ടോ ജേർണലിസ്റ്റ് ആന്റണി ലാൽക്കൻ, സൽവാഡോൻ മാധ്യമപ്രവർത്തകൻ ജാവിയ ഹെർക്കുലീസ് എന്നിവരാണ് അവർ. കൊല്ലപ്പെട്ട മറ്റെല്ലാ മാധ്യമപ്രവർത്തകരും അവരുടെ സ്വന്തം രാജ്യങ്ങളിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തവരുമാണ്. 503 മാധ്യമപ്രവർത്തകർ ലോകമെമ്പാടുമായി ഇപ്പോൾ തടവിലുണ്ട്. മാധ്യമപ്രവർത്തകർക്കുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജയിൽ എന്ന പേര് ഇപ്പോഴും ചൈനയ്ക്ക് തന്നെയാണ്. 121 മാധ്യമപ്രവർത്തകരാണ് അവിടെ തടവിലുള്ളത്. റഷ്യയാണ് 2ാം സ്ഥാനത്ത്. 48 പേരെ അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ വിദേശ മാധ്യമപ്രവർത്തകരെ തടവിലാക്കിയിരിക്കുന്നതും റഷ്യ തന്നെയാണ്. 26 യുക്രൈനിയൻ മാധ്യമപ്രവർത്തകരെയാണ് റഷ്യ തടവിൽ വെച്ചിരിക്കുന്നത്. 47 മാധ്യമപ്രവർത്തകരെ തടവിലാക്കിയിരിക്കുന്ന മ്യാൻമറാണ് ഈ പട്ടികയിൽ 3ാം സ്ഥാനം നേടിയ രാജ്യം. ബാഷർ അൽ അസദിന്റെ ഭരണകൂടം തകർന്ന് ഒരു വർഷം പിന്നിടുമ്പോഴും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അറസ്റ്റ് ചെയ്യപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്ത പല റിപ്പോർട്ടർമാരെയും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. കഴിഞ്ഞ 12 മാസത്തിനിടെ മാധ്യമപ്രവർത്തകർക്കെതിരെ നടന്ന കുറ്റകൃത്യങ്ങളിൽ 43%, അതായത് ഏകദേശം പകുതിയോളം ഇസ്രയേൽ സൈന്യമാണ് ഉത്തരവാദി. 2023 ഒക്ടോബർ മുതൽ ആകെ 220ഓളം മാധ്യമപ്രവർത്തകരെ ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തി. ഇതിൽ 65 പേരെങ്കിലും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടവരാണ് എന്നതാണ് വാസ്തവം. 2025 മെക്സിക്കോയിൽ മാധ്യമപ്രവർത്തകർക്ക് കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ഏറ്റവും ക്രൂരമായ വർഷവുമായിരുന്നു. ക്ലൗഡിയ ഷെയിംബോം പ്രസിഡന്റായി ഒരു വർഷം പിന്നിട്ടിട്ടും അതിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടുമില്ല. 9 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതാണ് മെക്സിക്കോയെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ലോകത്തിലെ 2ാമത്തെ അപകടകരമായ രാജ്യമാക്കി മാറ്റിയതും. സുഡാനിൽ കണക്ക് 4 മാധ്യമപ്രവർത്തകരാണ്. ഈ വർഷം ജോലി ചെയ്യുന്നതിനിടെയാണ് അവർ കൊല്ലപ്പെട്ടത്. ഇതിൽ 2 പേരെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. തടവിലുള്ള മാധ്യമപ്രവർത്തകരെ നോക്കാം. 2025 ഡിസംബർ 1 വരെ ലോകമെമ്പാടുമുള്ള 47 രാജ്യങ്ങളിലായി 503 മാധ്യമപ്രവർത്തകരാണ് തടവിലുള്ളത്. ചൈന 121, റഷ്യ 48, മ്യാൻമർ 47 എന്നിവയാണ് തടവിലുള്ളവരുടെ എണ്ണത്തിൽ മുന്നിലുള്ള രാജ്യങ്ങൾ. വ്ളാഡിമിർ പുടിന്റെ നേതൃത്വത്തിലുള്ള റഷ്യയാണ് മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ വിദേശ മാധ്യമപ്രവർത്തകരെ തടവിലാക്കിയതും. തൊട്ടു പിന്നിൽ ഇസ്രയേലാണ്, 20 പേർ. ഷീ ജിൻപിങ്ങിന്റെ ഭരണകാലത്ത് ചൈന 113 മാധ്യമപ്രവർത്തകരെ തടവിലാക്കിയിട്ടുമുണ്ട്.
ഹോങ്കോങ്ങിൽ 8 പേരും ഈ കണക്കിലുണ്ട്. ജോർജിയയിൽ ഗവൺമെന്റിന്റെ കർശനമായ അധികാരതന്ത്രങ്ങളെ തുടർന്ന് ജോർജിയൻ മാധ്യമപ്രവർത്തക മിൻസിയ അമഗ്ലോബെലി ജനുവരിയിൽ അറസ്റ്റിലായി. ഇനി കാണാതായവരെ നോക്കാം. നിലവിൽ 37 രാജ്യങ്ങളിലായി 135 മാധ്യമപ്രവർത്തകരെ കാണാതായിട്ടുണ്ട്. ചിലരെ 30 വർഷത്തിലേറെയായി കാണുന്നില്ല എന്നതാണ് വസ്തുത. സിറിയയിൽ 37, മെക്സിക്കോ 28 എന്നിവിടങ്ങളിലാണ് ഈ പ്രവണത കുത്തനെ ഉയരുന്നത്. കാണാതായ മാധ്യമപ്രവർത്തകരിൽ 72% പേരും മിഡിൽ ഈസ്റ്റിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. പ്രധാനമായും സിറിയ, ഇറാഖ്, മെക്സിക്കോ എന്നീ രാജ്യങ്ങളാണത്. ഇനി ബന്ദികളാക്കപ്പെട്ടവർ. ലോകമെമ്പാടുമായി നിലവിൽ 20 മാധ്യമപ്രവർത്തകരെ ബന്ദികളാക്കിയിട്ടുണ്ട്. 2025 ഹൂതി വിമതർ 7 മാധ്യമപ്രവർത്തകരെ ബന്ദികളാക്കി. ഇതോടെ കഴിഞ്ഞ 12 മാസത്തിനിടെ ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർ തട്ടിക്കൊണ്ടുപോകപ്പെട്ട രാജ്യമായി മാറി യമൻ. സിറിയയിൽ സായുധ ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ-ഷാമും നിരവധി മാധ്യമപ്രവർത്തകരെ ബന്ദികളാക്കി വെക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 67 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അവരുടെ ജോലിയുടെ പേരിലാണ് അവർ ലക്ഷ്യമാക്കപ്പെട്ടതും. അതാണ് ഇതിലെ പ്രധാന വസ്തുതയും. സായുധ പോരാട്ടങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയാത്ത അന്താരാഷ്ട്ര സംഘടനകളുടെ പരാജയം, സർക്കാരുകളുടെ കഴിവുകേട് എന്നിവയുടെ ഫലമാണ് ഇതിന്റെ പിന്നിലെന്നാണ് പൊതുവായുള്ള വിമർശനം. ചരിത്രത്തിന്റെ പ്രധാന സാക്ഷികളാണ് മാധ്യമപ്രവർത്തകർ. അതിനാൽ അവരുടെ നിലനിൽപ്പ് ഈ ലോകത്ത് അനിവാര്യം തന്നെയാണ്. ദുരിതമുഖങ്ങളിൽ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്.